ഈ ചർച്ചയ്ക്കപ്പുറം, ഈ കൂടിക്കാഴ്ചയ്ക്കപ്പുറം ഒരു 10 മിനിറ്റ് ചായ കുടിച്ച് പിരിയാൻ പോലുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതിനപ്പുറത്ത് എന്ത് നെക്സസ് എന്നാണ് ചോദ്യം. അതുപോലെ ജയരാജനെ പോലുള്ള നേതാവ് എങ്ങനെ BJPയുടെ ഭാഗമാകുമെന്ന ചോദ്യം. ഈ കണ്ണൂരിലെ സമാധാന ചർച്ചകളുടെ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചു. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. അതിലെന്ത് തെളിവാണുള്ളത്? അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ താനും കാണാറുണ്ട് ഇങ്ങനെ ജാവദേക്കറിനെ പോലെയുള്ള ആളുകളെ. അതിനപ്പുറത്ത് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ ചില സാക്ഷികളുടെ സാന്നിധ്യമായിരുന്നു. അതാണ് അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയത് എന്ന് മാത്രമാണ്. അതിനപ്പുറത്ത് രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ പുതിയ കാലഘട്ടത്തിൽ, പുതിയ സാഹചര്യങ്ങളിൽ, പുതിയ മാറ്റങ്ങൾ, പുതിയ തലമുറയിൽ, അല്ലെങ്കിൽ ഈ സമാധാനം വേണമെന്നും രാഷ്ട്രീയമെന്നതോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കേണ്ട ഒന്നല്ലെന്നും ആശയങ്ങൾ മാത്രം ജനങ്ങളിൽ അവതരിപ്പിച്ച് വോട്ട് നേടുന്നൊരു സാഹചര്യമാണെന്നും ഒക്കെ പറഞ്ഞ് രാഷ്ട്രീയത്തിലെ കാതലായ മാറ്റം വരുന്ന സമയത്ത് ഇതിനപ്പുറത്ത് ചില സൗഹൃദ സന്ദർശനങ്ങൾ കൊണ്ടോ കൂടിക്കാഴ്ചകൾ കൊണ്ടോ ഒക്കെ എന്താണ് പ്രശ്നം ജിൻഡോ? അല്ല രഞ്ജിത്തെ, ഇതിൽ ഒരു കാര്യം ആദ്യമേ തന്നെ പറഞ്ഞില്ലേ, മറന്നുപോകും. ഈ LDFിൻ്റെ CPM സഹയാത്രികനായിട്ടുള്ള M ജയേന്ദ്രൻ പറഞ്ഞൊരു കാര്യം, ശ്രീ എമ്മിൻ്റെ മധ്യസ്ഥതയിൽ മസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ ചർച്ച, അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, അതിനുശേഷം കണ്ണൂരിൽ സമാധാനമുണ്ടായി, ഒരുപാട് കുടുംബങ്ങൾക്ക് സമാധാനം കിട്ടി, കൊലപാതകം നിർത്തി എന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഇത്രയും കാലം കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും കോഴിക്കോട് ജില്ലയുടെയൊക്കെ ഭാഗങ്ങളിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CPMന്, പിണറായി വിജയന്, ആ പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വവും അറിവും ഉണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത്? അതുകൊണ്ടല്ലേ ചർച്ച നടത്തിയപ്പോൾ കൊലപാതകങ്ങൾ നിർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു വയ്ക്കുന്നത് ഇവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനു മുമ്പൊക്കെ നടത്തിയിട്ടുള്ള ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പോൾ എമ്മിൻ്റെ മധ്യസ്ഥയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം RSSകാരുമായിട്ടുള്ള തർക്കം നിന്നു, BJPയുമായിട്ടുള്ള നേരിട്ടുള്ള അക്രമം നിന്നു. അതിൻ്റെ ഭാഗമായിട്ട് ശ്രീ എമ്മിന് ആശ്രമം പണിയാനായിട്ട് സർക്കാർ ഭൂമി കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, കണ്ണൂർ ജില്ലയിൽ മുൻകാലങ്ങളിൽ നടന്ന മുഴുവൻ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും CPM കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് കൊണ്ടാണ് CPMക്കാർ ശ്രീ എമ്മിൻ്റെ മധ്യസ്ഥയിൽ BJPയുമായിട്ട് ചർച്ച നടത്തുമ്പോൾ ഈ കൊലപാതകങ്ങൾ സ്വിച്ചിട്ട പോലെ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു കാര്യം. താങ്കൾ ചോദിച്ചത്, പുതിയ കാലത്ത് ഇത്തരം പുതിയ ചർച്ചകളൊക്കെ സ്വാഭാവികമാണ്, ആശയങ്ങൾ കൊണ്ട് തന്നെയാണ് പോരാട്ടം നടത്തേണ്ടത്, നേതാക്കന്മാർ തമ്മിൽ കണ്ടുമുട്ടുന്നതിൽ ചായ കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന്. ഞങ്ങൾക്കൊരു തർക്കമില്ലെന്നേ. പക്ഷെ കേരളത്തിലെ മറ്റും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആളുകൾ, ഇന്ത്യയിലെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട നേതാക്കന്മാരെ, പാർട്ടി പ്രവർത്തകരെയൊക്കെ ദിനം പ്രതി ആക്ഷേപിക്കുന്ന CPMന്റെ നേതാക്കന്മാർക്ക് പ്രകാശ് ജാവദേക്കർ എന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന പ്രഭാരിയുമായിട്ട് എന്ത് രഹസ്യ ചർച്ചയാണ് ഉണ്ടായിരുന്നത് എന്ന് പറയണ്ടേ? ഇത് EP ജയരാജൻ തന്നെ ആ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആർക്കും പരാതി ഉണ്ടാവില്ലല്ലോ. കേരളത്തിലെ ഏതെങ്കിലും CPMകാരനോ ഏതെങ്കിലും LDFകാരനോ ആക്ഷേപം ഉണ്ടാവോ? പ്രകാശ് ജാവദേക്കർ എന്നെ കണ്ടു, സൗഹൃദ സംഭാഷണമായിരുന്നു, ഒരു ചായ കുടിക്കാൻ പോലും നേരം ഉണ്ടായില്ല, പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അത്രയേ ഉള്ളൂ. പക്ഷെ മാസങ്ങൾക്ക് ശേഷം ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരെ ഇവർ ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന കാലഘട്ടത്തിൽ വലിയ ആക്ഷേപങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ വരെ നടത്തുന്ന കാലഘട്ടത്തിൽ EP ജയരാജൻ എന്തിന് മാസങ്ങളോളം ഇത് മറച്ചു വെച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇവർ പറയണം. അത് പറയാതെ ഒന്നും പോകാൻ പറ്റില്ല. ഇന്നത്തെ EP നാളത്തെ BJP എന്നല്ല, ഇന്നത്തെ EP കുറെ കാലം മുമ്പേ BJP ആണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല, ആർക്കും അതിൽ സംശയമില്ല. അദ്ദേഹം നിഷ്കളങ്കനാണ്, അദ്ദേഹം സൗമ്യനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ പിണറായി വിജയൻ കണ്ട ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ സാക്ഷിയെ അവശേഷിപ്പിച്ചു എന്നുള്ളതാണ്. സാക്ഷിയെ അവശേഷിപ്പിക്കുന്നത് മാത്രമാണ് ഈ കണ്ടുമുട്ടലിലുള്ള ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ EP ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള കണ്ടുമുട്ടൽ, സൗഹൃദ സംഭാഷണത്തിൽ ഒരു തെറ്റുമില്ല എന്നാണ് പിണറായി വിജയൻ പരസ്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ സ്വർണ്ണക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കേസ്, എക്സാലോജിക് സൊല്യൂഷൻസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണങ്ങൾ, കരുവന്നൂരുമായി ബന്ധപ്പെട്ട തട്ടിപ്പും കൊള്ളയും കള്ളപ്പണം വെളുപ്പിക്കലിന്റെയും അന്വേഷണങ്ങൾ ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്ന സാഹചര്യം, ലാവ്ലിൻ കേസിൽ CBI വക്കീൽ 38 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട് കോടതിയിൽ നിന്ന് അവധി വാങ്ങുകയും ഒഴിവാങ്ങുകയും ചെയ്യുന്ന സാഹചര്യം, ഇതെല്ലാം സംസാരിക്കാനാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറുമായിട്ട് സംസാരിച്ചത് എന്നുള്ളതിന്റെ മറുപടി നമുക്ക് കിട്ടണം. ഞാൻ തുടക്കം ചോദിച്ച ചോദ്യത്തിന് ജയചന്ദ്രൻ മാഷ് ഉത്തരം പറഞ്ഞില്ല. പിണറായി വിജയൻ എപ്പോൾ കണ്ടു, എവിടെ വെച്ച് കണ്ടു, എങ്ങനെ കണ്ടു, ഏത് സാഹചര്യത്തിലാണ് കണ്ടത് എന്നുള്ളതിന്റെ മറുപടി പറയണം. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണെന്ന് പിണറായി വിജയന്റെ തന്നെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാം. EP ജയരാജൻ സമ്മതിച്ചിട്ടുണ്ട് മകന്റെ ഫ്ളാറ്റിൽ വന്നാണ് കണ്ടിട്ടുള്ളതെന്ന്. പിണറായി വിജയൻ പ്രകാശ് ജാവദേക്കർ കണ്ടത് ഏത് സമയത്ത് ഏത് സാഹചര്യത്തിൽ എന്നുകൂടി പറയേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആഗോള താപനം മുതൽ ആണവ കരാർ വരെയുള്ള വിഷയത്തിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെ വിമർശിക്കുന്ന ഇവർക്ക് പറ്റുന്ന ഇത്തരം പോക്കിരിത്തരങ്ങൾക്ക് ജാഗ്രത കുറവെന്നുള്ള ഓമന പേരിട്ട് വിളിച്ചാൽ പോരാ. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ, കേരളത്തിലെ പാർട്ടി പ്രവർത്തകരെ, കേരളത്തിലെ BJPയോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന സൈബർ സഖാക്കന്മാരെ അടക്കം വഞ്ചിക്കുന്ന നിലപാടാണ് പിണറായി വിജയനും EP ജയരാജനും അടക്കമുള്ളവർ ചെയ്തിട്ടുള്ളത്. അതിന് മറുപടി പറയാൻ ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ കൊല്ലത്തെ
കൊല്ലത്തെ MP പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രിയോടൊപ്പം ഒരു ചായ കുടിച്ചാൽ അദ്ദേഹം ചാണക സംഖ്യ എന്ന് ആക്ഷേപിക്കുന്ന CPM-ന്റെ നേതാക്കന്മാർ ഈ EP ജയരാജനെ എന്ത് പേരിട്ട് വിളിക്കുമെന്ന് കേൾക്കാൻ കൂടി ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതുകൂടി പറയണ്ടേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള ഒരു MP-യെ പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ ഒരു ചായ കുടിക്കാൻ വിളിക്കുമ്പോൾ ആ ചായ കുടിക്കുന്നതിന്റെ ആ സംഭാഷണത്തെ സംഘപരിവാർ വൽക്കരണമായിട്ട് ആവിഷ്കരിച്ച് നടപ്പാക്കി പ്രഖ്യാപിച്ച് പ്രഘോഷണം നടത്തിയ CPM-കാർ EP ജയരാജന്റെ വീട്ടിൽ വന്ന് പ്രകാശ് ജാവ്ദേക്കർ കണ്ടത് എന്തിന്റെ പേരിൽ എങ്ങനെ എന്നുള്ളതിന് മറുപടി കൃത്യമായിട്ട് പറയണം. വെറുതെ അഴകുഴമ്പം മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല.